ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 മണിയോടുകൂടിയാണ് RMBIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് KS ഹരീറിൻ്റെ മലപ്പുറം ജില്ലാ അതിർത്തിയുടെ ഒലിപ്രം കടവ് എന്ന സ്ഥലത്തുള്ള വീട്ടിൽ ബോംബെറിഞ്ഞത്. അത് ഒരു കണ്ണൂർ മോഡൽ ഇടപെടലാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. മിനിഞ്ഞാന്ന് വടകരയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് CPIM നടത്തിയ വർഗീയ ധ്രുവീകരണത്തിനെതിരെ UDF-ഉം RMBIയും ചേർന്നുകൊണ്ട് വടകരയിൽ ഒരു പരിപാടി കഴിഞ്ഞ 11-ാം തീയതി നടന്നിരുന്നു. ആ പരിപാടിയിലെ പൊതുവെ ജൂൺ 4-ന് ശേഷം വടകരയെ ഒരു കലാപഭൂമിയാക്കാതിരിക്കാൻ വേണ്ടിയുള്ള പൊതു ആഹ്വാനമാണ് നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വടകരയിലെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രവർത്തനം വോട്ടിംഗ് 26-ാം തീയതി പോളിംഗ് കഴിഞ്ഞതിനു ശേഷവും അവിടെ വിവിധ ക്യാമ്പയിനുകൾ നടക്കുകയാണ്. അതിലേറ്റവും അപകടകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയാണ് CPIM പ്രത്യേകിച്ചും LDF സ്വീകരിച്ചത്. അതിലൊന്ന് ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി CPIM-ൻ്റെ പ്രചരണ തന്ത്രങ്ങൾ ആകെ പാളിപ്പോയി. പിന്നെ അവർ ആലോചിച്ചത് പിണറായി വിജയൻ വിളിച്ചു ചേർത്ത അവലോക യോഗത്തിന് ശേഷമാണ് 2-ാം റൗണ്ടിലേക്ക് പ്രചരണം എത്തിയപ്പോൾ സ്ഥാനാർത്ഥി വ്യക്തിപരമായി അവഹേളിക്കപ്പെട്ടു എന്ന രൂപത്തിലേക്കുള്ള പ്രചരണം സ്ഥാനാർത്ഥി മുൻകൈ എടുത്തുകൊണ്ട് തന്നെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ പടം മോർഫ് ചെയ്തുകൊണ്ട് എൻ്റെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രൂപത്തിലേക്ക് പ്രചരണം നടത്തിയെന്ന് മാത്രമല്ല, ആ പ്രചരണത്തിൻ്റെ തീരുമാനമെടുത്തതിന് പിന്നിൽ ഷാഫി പറമ്പിൽ എന്ന തൻ്റെ എതിർ സ്ഥാനാർത്ഥിയാണ് എന്ന് വ്യക്തമാക്കി തന്നെ അവർ പറഞ്ഞു, പരാതിയും കൊടുത്തു. ഞങ്ങളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ 1.5 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ, പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പദപ്രയോഗം പോലും എവിടെയും നടത്തിയതായി CPIM-നോ LDF-നോ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പിന്നെ അവഹേളിക്കപ്പെട്ടു എന്ന് പറയുന്നതെല്ലാം സ്വയം രൂപപ്പെടുത്തിയതാണ്. കാരണം രാഷ്ട്രീയമായി വടകരയിൽ UDF-നെയും RMBI-യെയും എതിരിടാൻ കഴിയാത്ത നിഷ്ക്രിയമായ ഒരവസ്ഥയിലേക്ക് LDF തെരഞ്ഞെടുപ്പ് സംവിധാനം പോയപ്പോൾ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു മറുതന്ത്രമാണ് പ്രയോഗിച്ചത്. അതിലാദ്യത്തേത്, എന്നെ കള്ളി എന്ന് വിളിച്ചു എന്നാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. അത് കോവിഡ്, നിപ്പ പോലുള്ള രോഗപ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായ സമയത്ത് നടത്തിയ കുറേ പ്രവർത്തനങ്ങൾ അത് വിമർശനപരമായിട്ട് കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അധികാരം പ്രതിപക്ഷത്തിനും അല്ലെങ്കിൽ എതിരാളികൾക്കുണ്ടല്ലോ. അല്ലാതെ വ്യക്തിപരമായിട്ടൊരു അധിക്ഷേപമല്ല ഉണ്ടാക്കിയത്. പിന്നെയാണ് അവർ കുറേ കൂടി തീവ്രമായ രൂപത്തിലേക്ക് ലൈംഗിക ചുവയോടുകൂടി എൻ്റെ പടം മോർഫ് ചെയ്തുകൊണ്ട് വീഡിയോ എടുത്തു എന്ന് പറയും. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വീഡിയോ, അങ്ങനൊരു വീഡിയോ ഇല്ല എന്ന് സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി പറഞ്ഞു. മാധ്യമങ്ങളുടെ മുമ്പിൽ പത്രസമ്മേളനം നടത്തിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടി അത് അവസാനിച്ചു. കാരണം ആരോപണം ഉന്നയിച്ച ആൾ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ യഥാർത്ഥ പ്രശ്നം പറഞ്ഞു, എൻ്റെ പേരിൽ അങ്ങനൊരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞാൽ അവസാനിക്കേണ്ടതാണ് കാര്യം. അതിനെ സംബന്ധിച്ച് പിന്നെ ഒരു ചർച്ച വീഡിയോ നടന്നില്ല. അതോട് തീർന്ന പ്രശ്നം, അവർ പറഞ്ഞല്ലോ. പിന്നെയാണ് ഏറ്റവും കൂടുതൽ വർഗീയ കാർഡ് ഇറക്കുന്നത്.
മാർച്ച് 10 ഷാഫി പറമ്പിൽ ആദ്യത്തെ സമ്മേളനം അവിടെ നടക്കുന്നത്. മാർച്ച് 11 തന്നെ DYFIയുടെ സംസ്ഥാന നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നത് ഷാഫി എന്നു പേരുള്ള ഒരു പാലക്കാട്ടുകാരൻ വടകരയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഷാഫിയുടെ പേരാണ് പ്രശ്നം. ഷാഫിയുടെ പേരുയർത്തിപ്പിടിച്ച് ഒരു പ്രത്യേക മത സാമുദായിക ബന്ധങ്ങൾ ആരോപിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് വളരെ മോശമായ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു. ആ പ്രചാരണങ്ങളുടെ ഒടുവിലാണ് വടകരയിൽ ഇന്നലെ വരെ ഇല്ലാത്ത രൂപത്തിലേക്കുള്ള ഹൈന്ദവ വോട്ടുകൾ ലാക്കയ്ക്ക് കൊണ്ടുള്ള ഒരു പ്രചണ്ഡമായ പ്രചാരവേല CPM സ്വീകരിച്ചത്. അത് അവരുടെ പൊതുയോഗങ്ങളിൽ ആ രൂപത്തിൽ സംസാരിച്ചു. കാരണം ഷാഫി എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന രൂപത്തിലേക്കുള്ള പ്രചരണം നടത്തിക്കൊണ്ട് മറുപുറം ഒരു ഓപ്പോസിറ്റ് സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ശ്രമം നടത്തും. ഇത് യഥാർത്ഥത്തിൽ വടകര പോലുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ മുമ്പ് ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിലുള്ള പ്രചരണമാണ്. എന്ന് പറഞ്ഞാൽ 3 വട്ടം CPMൻ്റെ കുത്തക മണ്ഡലമായ വടകര പാർലമെൻറ്റ് മണ്ഡലം നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിട്ടാണ് ശൈലജ ടീച്ചറെ അവതരിപ്പിക്കുന്നത്. ആ ശൈലജ ടീച്ചറും വലിയ രൂപത്തിൽ പരാജയപ്പെടുമെന്ന ബോധ്യം വന്നപ്പോൾ ഏത് വിധേനയും വടകര സീറ്റ് പിടിച്ചെടുക്കണമെന്ന CPM തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അജണ്ട അവിടെ സെറ്റ് ചെയ്തത്.